വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിന്നെ ചന്ദ്രബോസ് വീണ്ടും വിഷ്ണുവിനോട് പറയുന്നുണ്ട് അഹങ്കാരത്തോടു കൂടി, നീ പറഞ്ഞ നിന്റെ നട്ടലുണ്ടല്ലോ അത് വല്ല പട്ടിക്കും കൊടുത്തേക്ക്, പട്ടി പോലും അത് വാങ്ങില്ല കേട്ടോടാ പന്നെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ വീണ്ടും അങ്ങോട്ട് വഴക്ക് പറഞ്ഞിട്ട് ചന്ദ്രബോസ് തൻ്റെ കസേരയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛനും മകളും കൂടി കയറി വരികയാണ്. അന്നേരം എന്താടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, സാറേ ഞങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടി എന്നിങ്ങനെ ജയശ്രീ പറയുകയാണ്. അന്നേരം നിങ്ങൾ എന്തോ ഈ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസ് അന്തം വിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടത്തിനിടയിൽ സ്വർണം വാങ്ങിയ കവർ കൊണ്ടുവച്ചേക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ സാറേ? കല്യാണ വീടല്ലേ, തിരക്കിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ അവർ പറയുകയാണ്. ആ ഉണ്ടായ സംഭവങ്ങൾ അവരവിടെ പറയുന്നില്ല. ശാലിനിയെയും വിഷ്ണുവിനെയും രാഘവൻ നായരെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യം ഇവിടെ വന്ന് പറയുന്നതും ഒക്കെ. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ആകെ വിരൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അകത്തു നിന്നത് കേൾക്കുന്നുണ്ട്, ലോക്കപ്പിൽ നിന്നുകൊണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, സാറേ ഇനിയിപ്പോൾ കാഴ്ചക്കാർ പണി പറ്റിച്ചല്ലേ, മലമുകളിലേക്ക് വെള്ളം ചുവന്നുകൊണ്ട് വന്നത് ഓട്ടക്കലത്തിലായിരുന്നല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വിഷ്ണു തിരിച്ച് കളിയാക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, നിങ്ങളുടെ സ്വർണം പോയി എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ പോലീസിനെ ഇട്ട് ഓട്ടിച്ചിട്ട് ഇപ്പോൾ ചാർജ് ഷീറ്റും തയ്യാറാക്കിയിട്ട് പിന്നെ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവന്ന നേരത്ത് സ്വർണം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ സ്വർണം കിട്ടി എന്നുള്ളത് അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശാലിനി എത്തുന്നുണ്ട്. ശാലിനി അങ്ങോട്ട് വന്ന് കയറുമ്പോൾ ചന്ദ്രബോസ് കാണുകയാണ്. ഇതിൻ്റെ കുറവേ ഉള്ളായിരുന്നു എന്നും പറഞ്ഞ് ശാലിനി ചന്ദ്രബോസ് തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ട് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, സ്വർണം നഷ്ടപ്പെട്ടവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ പരാതി, അസിസ്റ്റന്റ് കമ്മീഷണർക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരവും ചന്ദ്രബോസ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം നഷ്ടപ്പെട്ടു പോയത് അവരുടെ സ്വർണ്ണമല്ലേ, അവർ സ്വർണം നഷ്ടപ്പെട്ടു എന്നൊരു സംശയം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാണെങ്കിൽ അന്വേഷിച്ച് ഒരു പിന്നെ പ്രതിയെന്നോണം ഒരാളെ കസ്റ്റഡിയിലെടുത്തുകയും ചെയ്തു. ഇപ്പോൾ അവർ പറയുന്നു അവരുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിഷ്ണുവേട്ടനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ ശാലിനി ഇങ്ങനെ ആകെ പിന്നെ ഫോണൊക്കെ ഇങ്ങനെ കറക്കി സംസാരിച്ച് കസേരയൊക്കെ നീക്കിയിട്ട് അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മുൻവൈരാഗ്യം തീർക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു പിന്നെ മാനസിക പിരിമുറുക്കം അകത്തുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായി. പക്ഷേ അത് തീർക്കാനായിട്ട് എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ വിട്ടുതരില്ല. അതിന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങൾ സമ്മതിക്കത്തുമില്ല. പിന്നെ ഇവർക്ക് പരാതിയില്ല, നഷ്ടപ്പെട്ടവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വിഷ്ണുവേട്ടനെ പിടിച്ചകത്ത് വെച്ചിരിക്കുന്നത്, തുറന്നു വിടണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ചന്ദ്രബോസ് ഇങ്ങനെ ആകെ വിയർത്ത് ഒക്കെ നിൽക്കുകയാണ്. ആവനാഴിയിലെ അവസാന അമ്പും എടുത്ത് പ്രയോഗിച്ചില്ലേ, അപ്പോൾ പിന്നെ തോറ്റു എന്ന് മനസ്സിലാകുമ്പോൾ ധീരനായ ഒരു യോദ്ധാവാണെങ്കിൽ അടുത്ത യുദ്ധത്തിനുള്ള ഇത് സൈന്യം ഒരുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ കിടന്ന് തോറ്റെടുത്ത് പരാജയപ്പെട്ടിടത്ത് കിടന്ന് മെഴുകുകയല്ല വേണ്ടത്, തുറന്നു വിടണം എന്നിങ്ങനെ ഒന്നുകൂടി പിന്നെ ശാലിനി പറയുമ്പോഴും ചന്ദ്രബോസ് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം തുറന്നു വിടാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ശാലിനി ആ മേശപ്പുറത്ത് ഇങ്ങനെ കൈവച്ച് ശക്തിയായിട്ട് അടിക്കുകയാണ്. അതിനു മുന്നേ ശാലിനിയാണെങ്കിൽ വന്ന് കയറുമ്പോൾ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്, ആ പൂട്ടിയിട്ട സെല്ലിൽ നോക്കുന്നുണ്ട്, വിഷ്ണുവിനെയൊക്കെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ശാലിനി ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ പിന്നെ കൈയിട്ട് അടിച്ചിങ്ങനെ പറയുമ്പോൾ തുറന്നു വിടടോ എന്നിങ്ങനെ ചന്ദ്രബോസ് ഗതിയില്ലാതെ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. അതൊന്ന് കോൺസ്റ്റബിൾ സെല്ല് തുറന്ന് വിഷ്ണുവിനെയും കൊണ്ട് വരുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നപ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്. ചന്ദ്രബോസ് ആണെങ്കിൽ ഇങ്ങനെ ആകെ കലി കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഇത് തൻ്റെ ഔദാര്യമൊന്നുമല്ല, ഞങ്ങളുടെ അവകാശം തന്നെയാണ്. പിന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട കിളി പിന്നെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ദേഷ്യം ആ മുഖത്ത് കാണും. പക്ഷേ അതിനെ ഞങ്ങൾ എന്തായാലും നിന്ന് തരില്ല, വിഷ്ണുവേട്ടനെ ഞാൻ വിട്ടു തരില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പോവാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അല്ല സാറേ, ആ വാങ്ങിച്ച ബ്ലേഡ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, സാറിന് സ്വയം അറിയാമോ, അതോ ഇനി പരസഹായം വേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അത് പതിയാണ് ചോദിക്കുന്നത്. അന്നേരം ഇത് ശാലിനി ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ജയശ്രീയും പിന്നെ ലക്ഷ്മണൻ പിള്ളയൊക്കെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പിന്നെ സാർ വേറെന്തോ ഒന്ന് പറഞ്ഞല്ലോ, എൻ്റെ നട്ടല് പിന്നെ പട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യം, ആ പട്ടി ഇപ്പം സാർ ഇങ്ങോട്ട് വിളിച്ചാൽ സാറിൻ്റെ നട്ടല് ഇപ്പോൾ അങ്ങോട്ട് പിന്നെ പട്ടിക്ക് കൊടുത്താൽ അത് അമൃത് പോലെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ പറയുമ്പോൾ എന്നിങ്ങനെ ചന്ദ്രബോസ് വിളിക്കുകയാണ്. അതിന് അടങ്ങ് സാറേ ഒന്ന്, പിന്നെ ഇത്രയും പരാജയത്തിൻ്റെ പഴുകുടിയിൽ നിൽക്കുമ്പോൾ സാറിന് നട്ടലിൻ്റെ ഭാഗത്ത് ഒരു വാഴപ്പിണ്ടി തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോഴും ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ചന്ദ്രബോസ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട, സൂര്യനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അസ്തമിക്ക് തീരുകയൊന്നുമില്ല, നാളെയും ഉദിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആകട്ടെ സാറേ, സാറാണെങ്കിൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സാർ എന്ത് പണിയും കാട്ടി വെച്ചോളൂ, ഞാനിങ്ങനെ പന പോലെ മുന്നിൽ നിന്ന് തരികയും ചെയ്യും. നമ്മൾ തമ്മിലുള്ള ടോം ആൻഡ് ജെറി കളിയാണെങ്കിലേ ഒരാൾ അവസാനിച്ചാലേ തീരൂ എന്ന് എനിക്കറിയാം, അതിന് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിവർന്ന് നിന്ന് വിഷ്ണു കാണിക്കുകയാണ്. അന്നേരം വീണ്ടും
വീണ്ടും പിന്നെ ചന്ദ്രബോസിന് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഡാ എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണുവിൻ്റെ ആ ഒരു ഷർട്ടിൻ്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട് തൊട്ടു പോകരുത് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് കൈയെടുക്കുന്നുണ്ട്. ദേഹോപദ്രവം പാടില്ല എന്നുള്ളത് കമ്മീഷണർ ഓഫീസിൽ നിന്നും പ്രത്യേകം വിളിച്ചു പറഞ്ഞത് മറന്നുപോയോ? പ്രത്യേകിച്ച് ഈ തടിയിൽ ഇത് കളക്ടറുടെ പ്രത്യേക നോട്ടമുള്ള തടിയാണ്. ഇതിലൊരു പൂഴി മണ്ണ് വീഴാനായിട്ട് ഈ ശാലിനി വിഷ്ണു സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രബോസ് ആണെങ്കിൽ ആകെ കലി കയറി നിൽക്കുകയാണ്. ഇതിലൊരു മണ്ണ് നുള്ളിയിടാനായിട്ട് പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. കളക്ടർ ശാലിനി വിഷ്ണുവാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പോവാം വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ കയ്യിലേക്ക് തട്ടുകയാണ്. അന്നേരം വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ലക്ഷ്മണൻ പിള്ളയോടും ജയശ്രീയോടും ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിടെ തന്നെ നിൽക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട് സാറേ ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, സാറ് തൻ്റെ എല്ലാ അടവുകളും അങ്ങോട്ട് പ്രയോഗിച്ചോ എന്ന് പറയാണ്. അനുവിനെ സാറേ സാറേ എന്ന് വിഷ്ണു വിളിച്ച് കളിയാക്കുമ്പോൾ ഏട്ടോ ചന്ദ്രബോസ് സാറേ ഈ സാറിൻ്റെ വിളി അർത്ഥം വേറെയാണ് എന്നുള്ളത് സാറിന് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിന്നെ ചന്ദ്രബോസ് ആണെങ്കിൽ വീണ്ടും കയറി പിടിക്കുന്നതൊക്കെ. സാറ് തൻ്റെ ശ്രമം എല്ലാം അങ്ങോട്ട് തുടങ്ങിക്കോ, നേരിടാൻ എല്ലാത്തിനെയും വിഷ്ണു തയ്യാറാണ്. കാരണം ഇത് വിഷ്ണുവാണ്, 10 അവതാരങ്ങളുടെ മൂർത്തിഭാവം. ഈ പേടിയിൽ തന്നെ പിന്നെ തനിക്ക് എങ്ങനെ എന്നെ പരാജയപ്പെടുത്താനായിട്ട് കഴിയുന്ന ഈ പേടിയിൽ തന്നെ തൻ്റെ ഒരു പരാജയം എനിക്ക് കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് ഡയലോഗ് അടിക്കുമ്പോൾ ഡാ എന്നൊക്കെ ചന്ദ്രബോസ് വിളിക്കുന്നുണ്ട്. പക്ഷേ കൈ കൊണ്ട് ഒരു അടി പോലും കൊടുക്കാനായിട്ട് ചന്ദ്രബോസിന് സാധിക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് കൈ അങ്ങ് ചുരുട്ടി പിടിക്കുകയാണ്. എന്നിട്ട് പോട്ടെ ചന്ദ്രബോസ് എന്നിങ്ങനെ സാറേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ജയശ്രീയെയും പിന്നെ ലക്ഷ്മണൻ പിള്ളയും നോക്കി തല ഉലുകുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവും കൂടി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യം പിടിക്കുന്ന ചന്ദ്രബോസ് ആണെങ്കിൽ ആ തലയിൽ തൊപ്പിയൊക്കെ ഇങ്ങോട്ട് ഊരി എറിഞ്ഞിട്ട് കൈ ചുരുട്ടി ഇങ്ങോട്ട് മേശപ്പുറത്ത് ശക്തിയായിട്ട് ഇടിക്കുകയാണ്. അന്നേരം ഈ ജയശ്രീയും ലക്ഷ്മണൻ പിള്ളയൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ ശാരദാമ്മ വരുന്നുണ്ട്. അന്നേരം എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നീ എപ്പോഴും അത് തന്നെ എന്തിനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നാട്ടിനും വീട്ടിനും ഉപയോഗമില്ലാത്ത ഒരുത്തൻ അവൻ പോയി എന്നും കരുതിയാൽ മതി, അത് നല്ല കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അതറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല, പറയുമെന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് IG ഹമീദിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നതും ആ വണ്ടി വന്ന് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ശാരദാമ്മയുടെ പാതി ജീവൻ പോകുന്നുണ്ട്. തുടർന്ന് IG അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം ഞാൻ IG ഹമീദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു നസീർ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയുടെയും ഗോപാലകൃഷ്ണൻ്റെ ആ മുഖത്തെ ഭാവം ശാരദാമ്മ ആകെ പേടിക്കുന്നുണ്ട്. അത് ഈ ഹമീദ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നസീറിനെ അറിയാമെന്നുള്ളത് അവരുടെ ഭാവത്തിൽ നിന്നും എനിക്ക് നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് ശാരദയുടെ ഭാവം ഇങ്ങനെ തന്നെയാണ്. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അവളിങ്ങനെ ഓരോ ഭാവമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് പോലീസുകാരെ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഹമീദാണെങ്കിൽ ഉമ്മറത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം നിങ്ങൾ ശാരദയാണെന്ന് മനസ്സിലായി, അതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെൻ്റെ ഭർത്താവാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഹലോ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് IG. എന്നിട്ട് ഞാൻ IG ഹമീദ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു എൻ്റെ അബൂബക്കറിൻ്റെ മകനാണ് നസീർ, ആളെ കാണാനില്ല, അവസാനമായിട്ട് ഇവിടെ വന്നെന്നാണ് അറിഞ്ഞത്, അതിനെക്കുറിച്ചൊരു സംശയത്തിൻ്റെ പേരിൽ ഒന്ന് അന്വേഷിക്കാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അറിയുക പോലും ഇല്ല, പിന്നെ അയാളെക്കുറിച്ച് ഞങ്ങൾ എന്താണ് പറയുന്നത് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശാരദാമ്മ ഒന്നും മിണ്ടുന്നില്ല. ശാരദാമ്മ അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഒരു സംശയത്തിൻ്റെ പേര് വന്നതേ ഉള്ളൂ, എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ അറിയിക്കുക, പിന്നെ ഒരു മകനെ കാണാനായിട്ട് തുടിക്കുന്ന മനസ്സുമായിട്ട് ഒരു അച്ഛനവിടെ കാത്തിരിപ്പുണ്ട്, അയാളെ സഹായിക്കാനായിട്ട് എന്നോടൊപ്പം നിങ്ങളും ചേരുക എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എടുത്ത് ഗോപാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കാർഡാണ്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഇതിൽ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഹമീദ് അങ്ങ് ഇറങ്ങുകയാണ്. മുറ്റത്ത് ഇറങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ല അപ്പോൾ നസീർ ഇവിടെ വന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പിന്നെ ഗോപാലകൃഷ്ണൻ വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് എന്നോട് ആരാ പറഞ്ഞത് എന്നിങ്ങനെ ഹമീദ് ഒന്ന് ആലോചിക്കുന്നു. അതൊക്കെ പോലീസുകാരുടെ ആ ഒരു ഭാവം തന്നെയാണ്. ആലോചിച്ചിട്ട് നൂർജഹാനാണോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും വീണ്ടും ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ പിന്നീട് ഹമീദ് അങ്ങ് വണ്ടിയിൽ കയറി പോവുകയാണ്. വണ്ടിയിൽ കയറുമ്പോഴും ഇവരുടെ മുഖത്തെ ഭാവവും ആ പേടിയും ഒക്കെ ഹമീദ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വണ്ടി അങ്ങ് പോയ ശേഷം ശാരദാമ്മ പറയുകയാണ്, കണ്ടില്ലേ അയാൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു ആ ശരീരം എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ അയാളോട് പറയാമായിരുന്നില്ലേ ഞാനാണ് കൊന്നതെന്ന്, അത് ഞാൻ പിന്നെ കടലിൽ കെട്ടി താഴ്ത്തി ജന്തുക്കൾക്ക് തിന്നാൻ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണനിലും ആ ഒരു ഭയമുണ്ട്. ശാരദാമ്മ ഇങ്ങനെ ആകെ തലയിലേക്ക് കൈവയ്ക്കുന്നുണ്ട്. ഈശ്വര ഇനി എന്ത് ചെയ്യും, എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ശാരദാമ്മ ഉമ്മാർത്തും ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോയിട്ടും ഇങ്ങനെ ടെൻഷൻ നിൽക്കുന്നുണ്ട്. അതേസമയം വണ്ടിയിൽ തിരിച്ചു പോകുന്ന ഹമീദ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇവരുടെ ആ ഭാവമൊക്കെ ഇങ്ങനെ ഒന്നുകൂടി ആലോചിച്ച് പോവുകയാണ്.
അതേസമയം അവിടെ സത്യഭാമയും രാഘവൻ നായരും കൂടി വിഷ്ണു വരുന്നത് കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. വിഷ്ണു അതിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫ്രണ്ട് സീറ്റിൽ നിന്ന് വിഷ്ണു ഇറങ്ങുന്നുണ്ട്, പിന്നാലെ ശാലിനി ഇറങ്ങുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമയെ ആണെങ്കിൽ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്, ഭാമയുടെ മുഖഭാവം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് താൻ പാടോ എന്നിങ്ങനെ വിഷ്ണു എന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പടിയിലോട്ട് കയറുകയാണ്. അന്നേരം മക്കളെ നിന്നെ ഉപദ്രവിക്കുകയും ചെയ്തില്ലല്ലോ മോനെ എന്നിങ്ങനെ പെട്ടെന്ന് സത്യഭാമ വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള സമയമൊന്നും ശാലിനി കൊടുത്തില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഭാമ പക്ഷേ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് മുഖം മാറ്റുകയാണ്. എന്നിട്ട് രാഘവൻ നായർ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മക്കളെ, ഞാൻ കാരണം നിന്നെ ഉപദ്രവിച്ചില്ലേ? ഞാൻ കയറേണ്ടതാണല്ലോ, നിനക്ക് ശിക്ഷ കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ അച്ഛാ ഇതിങ്ങനെ? ഞാൻ എത്ര പ്രാവശ്യം സ്റ്റേഷനിൽ കയറിയിരിക്കുന്നു വേറെ പല കേസുകൾക്ക്, അതൊന്നും സാരമില്ല എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ എങ്കിൽ വാ കയറ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് മാറി പോകാനുള്ളൊരു ശ്രമത്തിലാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഭാമയെ നോക്കുന്നുണ്ട്, ശാലിനിയെ നോക്കുകയാണ്. അന്നേരം രണ്ടുപേരും കയറ് എന്നിങ്ങനെ ഭാമ പെട്ടെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഒരു ഭാമയുടെ ആ വ്യത്യാസത്തിൽ ഭാമയെ തന്നെ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പെട്ടെന്ന് ശാലിനിയോട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, താൻ കയറ് എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അകത്തേക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ടും രാഘവൻ നായർക്ക് ആകപ്പാടെ സങ്കടം. എന്നാലും മോനെ ഞാൻ കാരണം എന്നും പറഞ്ഞിട്ട് അങ്ങ് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എന്താ അച്ഛാ ഇത്, സാരമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ അച്ഛൻ്റെ കവിളിലൊക്കെ പിടിക്കുന്നുണ്ട്. അതെന്താ കൊച്ചു കുട്ടികളെ പോലെ, അതൊന്നും സാരമില്ല എന്ന് പറയുമ്പോൾ എന്നാലും എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അമ്മയായിരിക്കുമല്ലേ അച്ഛനെ എങ്ങനെ കുറ്റപ്പെടുത്തിയത്, അമ്മയുടെ പണിയായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിരിച്ചൊക്കെ കളിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരോടുമായിട്ട്. അന്നേരം ശാലിനിയും ചിരിക്കുന്നുണ്ട്, ഭാമയൊക്കെ ചിരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ വീണ്ടും ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അല്ല ഇതെന്താ ഇപ്പോൾ ആലോചിക്കുന്നത്, ഇനി വേറെ വല്ലതും ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ പോടാ എന്നിങ്ങനെ രാഘവൻ നായർ ആക്കുന്നുണ്ട്. അന്നേരം ഭാമയും ശാലിനിയും ഒക്കെ ചേർന്നങ്ങ് ചിരിക്കുകയാണ്. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് പിന്നെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ. പൊന്നിയാണെങ്കിൽ ഭക്ഷണം എടുത്തുകൊണ്ട് വരും, അത് വിഷ്ണുവിനും കൊടുക്കും. ഭാമയാണെങ്കിൽ ശാലിനിക്കും കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ പ്രൊമോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് എന്തുദ്ദേശത്തിലാണെന്ന് അറിയില്ല. ഭാമയ്ക്കിപ്പോൾ ശാലിനിയോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് സത്യയുടെ കാര്യം പറഞ്ഞ് വീണ്ടും പഴയതുപോലെ ആകുമോ എന്താണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ അറിയാം. ഓക്കെ.